ഇനി നമുക്ക് ലെയർ പാനൽ എന്താണെന്ന് നോക്കാം. പ്രധാനമായി യൂസ് ചെയ്യുന്ന പാനലാണ് ലെയർ പാനൽ. ഫോട്ടോഷോപ്പിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പാനൽ ലെയർ പാനലാണ്. ലെയർ എന്ന് പറഞ്ഞാൽ ക്യാൻവാസിൽ നമ്മൾ ക്യാൻവാസിൽ എന്തൊക്കെ കൊണ്ടുവെക്കുന്നോ, എന്തൊക്കെ ഇമേജോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ എന്തൊക്കെ വെക്കുന്നോ അതൊക്കെ ലെയേഴ്സിൽ ഓരോ ലെയറായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ക്യാൻവാസിൽ വെച്ചതൊക്കെ ലെയേഴ്സിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെയർ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു ലെയർ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയേഴ്സിൽ വന്ന് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ലെയർ ഹൈഡ് ആവുന്നതായിരിക്കും. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ഓൺ ആക്കിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ് ഓഫ് ആക്കാം. പ്രൊജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെയറിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ലെയറിൽ കാണാവുന്നതാണ്. ഇനി ഈ ലെയറിൽ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും മുകളിലുള്ള ഇമേജ് ആയിരിക്കും ഈ ഒരു ക്യാൻവാസിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഇമേജ്. അതിപ്പോൾ നമ്മളിലുള്ളത് ക്യാറ്റിൻ്റെ ഇമേജാണ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഫ്രണ്ടിലുള്ളത്. ഇതുപോലെ അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇമേജാണ് ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളത്. ഇനി അത് ബാക്കിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ലെയർ എടുത്ത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് അയക്കാൻ മതി. അപ്പോൾ അതിലെ ബേർഡിൻ്റെ ഇമേജ് ഫ്രണ്ടിലായി, ക്യാറ്റിൻ്റെ ഇമേജ് ബാക്കിലായിട്ടുണ്ട്. അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ലെയറിന് മുകളിലായിട്ട് ഒരു കൈൻഡ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഒരുപാട് ലെയർ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലെയേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമല്ലോ, ആ ടൈമിൽ ഏതെങ്കിലും ഒരു ലെയർ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇമേജ് ലെയറോ അല്ലെങ്കിൽ ടൈപ്പ് ലെയറോ അതുപോലെ ഏതെങ്കിലും ലെയർ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൈൻഡ് എന്ന ഓപ്ഷൻ. അതിൽ നെയിം, എഫക്റ്റ്, മോഡ് അതുപോലെയുള്ളത് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുമുണ്ട് ഫിൽറ്റർ ഫോർ പിക്സൽ ലെയേഴ്സ് എന്നല്ല. അതുപോലെ അതിലുള്ള ഏതെങ്കിലും ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് കൈൻഡിൻ്റെ താഴെയായിട്ട് നോർമൽ എന്നൊരു ഓപ്ഷനാണ്. അത് ബ്ലെൻഡിങ് മോഡാണ്. അതായത് ഇപ്പോൾ ഒരു ഇമേജ്, ഈ ഒരു ബേർഡിൻ്റെ ഇമേജ് അതിൻ്റെ ബാക്കിലുള്ള ക്യാറ്റുമായിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. ആ ഒരു ഇമേജുമായിട്ട് ബ്ലെൻഡിങ് നടത്തുന്നതാണ് നോർമൽ ആ ഒരു ഇതുള്ളത്, ഓപ്ഷൻ ഉള്ളത്. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം നോർമൽ എടുത്ത് ബ്ലെൻഡ് ആക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല സ്ക്രീനിൽ. ഇതുപോലെ ബ്ലെൻഡ് ആക്കുന്ന ആ ഒരു ബാക്കിലുള്ള ഇമേജുമായിട്ട് ബ്ലെൻഡ് ആക്കുന്നതിനാണ് ബ്ലെൻഡിങ് മോഡ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ബ്ലെൻഡിങ്ങിൻ്റെ അപ്പുറത്ത് തന്നെ നോർമൽ ഒപ്പാസിറ്റി ആണ്. ഒപ്പാസിറ്റി ഇപ്പോൾ ഈ ഒരു ഇമേജ് ഒപ്പാസിറ്റി കുറച്ച് നോക്കാം. ഒരു ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി വരെ കാണുന്നതാണ് ഒപ്പാസിറ്റി. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഒപ്പാസിറ്റി കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ടുള്ളത് ഫിൽ എന്നൊരു ഓപ്ഷനാണ്. ഇത് റെക്റ്റാങ്കിൾ വെച്ച് കാണിച്ചു തരാം. റെക്റ്റാങ്കിൾ വെച്ച് അതിൽ ഫില്ലും ഉണ്ട് സ്ട്രോക്കും ഉണ്ട്. അതിനുശേഷം ഫില്ല് ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കാം. ഇതുപോലെ ഇപ്പോൾ ഫില്ല് ആ ഒരു റെക്റ്റാങ്കിളിലെ സ്ട്രോക്ക് അതേപോലെ തന്നെ ഉണ്ട്. ഫില്ലിൻ്റെ ഒപ്പാസിറ്റിയാണ് കുറഞ്ഞിട്ടുള്ളത്. ഫില്ല് നിങ്ങൾക്ക് കുറക്കാനും കൂടാനും പറ്റും. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വെച്ച്, അതായത് അതിൽ ഫില്ലും സ്ട്രോക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. ഇനി നിങ്ങളൊരു നോർമൽ ഇമേജ് എടുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ, ഇപ്പോൾ അതേപോലെ ക്യാറ്റിൻ്റെ ഇമേജ് തന്നെ എടുക്കുക, അതിനാണ് ഫില്ല് കുറക്കുന്നതെങ്കിൽ ഒപ്പാസിറ്റി കുറക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് അതിൽ സ്ട്രോക്ക് ആയിട്ട് എന്തില്ലാത്തതുകൊണ്ട് ഫില്ല് കുറക്കുമ്പോൾ ഒപ്പാസിറ്റി കുറക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനിയുള്ളത് ലെയർ ലോക്കാണ്. ലെയർ ലോക്ക് ഒരു ബ്ലെൻഡിങ് മോഡിൻ്റെ താഴെ ലെയർ ലോക്ക് ഉണ്ട്. ലോക്ക് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ലെയർ ലോക്ക് ആക്കി വെക്കണം. അതായത് ലോക്കാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലിക്കിൽ ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഈ ഒരു ഇമേജ് ക്ലിക്ക് ആക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് മൂവ് ആവുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചതാണെങ്കിൽ അത് ചേഞ്ച് ആക്കുമ്പോൾ കുറച്ച് പ്രശ്നമാവും അതുപോലെ മൂവ് ആയെങ്കിൽ. അങ്ങനെയുള്ളപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ആക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ
ആ ഒരു ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ലോക്ക് ആയിട്ടുണ്ട്. ഇനി അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ലെയറിൽ സൈഡ് ലോക്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ആക്കിയാൽ മതി, ലെയർ ലോക്ക് ഒഴിവായിട്ടുണ്ട്.